പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം GP/GA സ്ക്വയർ ട്യൂബിനെ കുറിച്ചാണ്. അല്ലെ പൈപ്പ് റൂഫിങ്ങിന് ഉപയോഗിക്കുന്ന, ഡ്രസ് വർക്കിന് ഉപയോഗിക്കുന്ന സ്ക്വയർ പൈപ്പിന്റെ കാര്യമാണ് പറയാൻ പോകുന്ന വിഷയം. അപ്പം GA ആണോ GP ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ GA എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഗാൽവനൈസ്ഡ് അയൺ എന്നാണ് അതിന്റെ ഫുൾ ഫോം. GP എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഗാൽവനൈസ്ഡ് പൈപ്പ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. പേരിൽ തന്നെ വ്യത്യാസമുള്ളതാണെങ്കിൽ രണ്ടിന്റെയും പ്രോസസ്സിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിൽ രണ്ടിൽ ഏതാണ് ആദ്യം തുരുമ്പെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് അല്ലെ ലാസ്റ്റ് ചെയ്യുന്ന പൈപ്പ്, അപ്പം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് GA കുറിച്ച്. GAയുടെ പ്രോസസ്സിങ് കാര്യമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അപ്പൊ ഇതാണ് സിങ്ക്, ഇതാണ് സ്ക്വയർ ട്യൂബിലൊക്കെ മുക്കാൻ ഉപയോഗിക്കുന്ന അല്ലെ പൈപ്പിലൊക്കെ മുക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽ അല്ലെ ലോഹം. ഇത് ഉരുക്കി മുക്കി എടുക്കുന്നതിനാണ് ഗാൽവനൈസ്ഡ് എന്ന് പറയപ്പെടുന്നത്. അപ്പം ഈ നിങ്ങൾ കാണുന്ന പോലെ ഈ പൈപ്പ് വലിയ സിങ്ക് ഉരുക്കിയിട്ടിരിക്കുന്നതിനകത്ത് കൊണ്ട് ഇറക്കാൻ കൊണ്ടുവരിക. അപ്പം ഇത് സിങ്ക് ഉരുക്കി തിളച്ച് കിടക്കുന്നതിനകത്ത് ഇത് കൊണ്ട് ഇറക്കും. മുക്ക് ടാങ്കിൽ കാണുന്നതിന് ശേഷം ഇത് പൊക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മറ്റുള്ള ചെറിയ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരിത് വിപണികളിലെത്തിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകിച്ചുള്ള മെത്തേഡ്. അന്നേരം നിങ്ങൾക്ക് GA കുറിച്ചുള്ള കാര്യം മനസ്സിലായി. ഇനി GP കുറിച്ചാണ് നമ്മൾ നോക്കാം. GPയുടെ പ്രോസസ്സും അതിനെ കുറിച്ചുള്ള പ്രോസസ്സിംഗ് കാര്യമാണ് നമ്മൾ അടുത്തത് പരിശോധിക്കുന്നത്. അപ്പോൾ അടുത്തത് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കോയിൽ ഷീറ്റ് ക്ലീനിങ് സെക്ഷനായി കഴിഞ്ഞതിന് ശേഷം ഇത് അടുത്ത ഗാൽവനൈസിലോട്ട് മുങ്ങി ഇത് റോൾ ചെയ്ത സമയത്ത് മുങ്ങി ഓടിക്കൊണ്ടിരിക്കും. ഈ വീഡിയോ കാണുന്ന ആള് ഗാൽവനൈസ് മുങ്ങിയിട്ടാണ് ഇത് ഓടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാൽവനൈസിങ്ങിന്റെ രണ്ട് സൈഡിലും അടിവശവും മേൽവശവും റോളറുണ്ട്. ഇതിനെ ഉരുട്ടി ഫിനിഷ് ചെയ്യാണ് നടക്കുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ മെത്തേഡ്. GPയുടെ മെത്തേഡ് ഇതാണ്. ഗാൽവനൈസിങ് മുങ്ങി വരുന്ന സമയത്ത് ഈ റോളറിലൂടെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഇത് ഫിനിഷ് ആവുകയാണ്, ഫിനിഷ് ചെയ്യുകയാണ്, ഇതിന്റെ കനം നേർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഫിനിഷിങ് വരുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇത് കട്ട് ചെയ്ത് പിന്നെ പൈപ്പിനൊക്കെ ബെൻഡ് ചെയ്ത് വളച്ച് ട്യൂബാക്കാനും പൈപ്പാക്കാനും ഒക്കെ വിട്ടതിന് ശേഷമാണ് ഇത് വിപണികളിലൊക്കെ എത്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GPക്കകത്തൊക്കെ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെയിന്റ് അടിച്ച് ഉപയോഗിക്കുക. എങ്കിലേ കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്തു. കാര്യം ഞാനൊക്കെ ഒരു പണിക്കാരനാണ്. ഇതൊക്കെ കൂടുതലും ഡ്രസ് വർക്കൊക്കെ നമ്മൾ പൊളിക്കാൻ പോകുമ്പോഴും നമ്മൾ കൂടുതലും കാണുന്നത് ഏറ്റവും ആദ്യം തുരുമ്പെടുക്കുന്ന ടോപ്പ് സൈഡ് പ്രത്യേകിച്ചും പെയിന്റ് അടിക്കും. ഇപ്പൊ GPയെ കുറിച്ചും മനസ്സിലായി, GA കുറിച്ചും മനസ്സിലായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.